ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഭാഗവതത്തിലെ ഓരോരോ കഥകളായിട്ട് പറഞ്ഞ് തുടങ്ങുകയാണ്. ആദ്യമായി നമ്മൾ ദുന്ദുകാരി മോക്ഷമാണ് പറഞ്ഞത്. രണ്ടാമത് ശ്രീകൃഷ്ണ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ദേവകിയുടെ വിവാഹ ഘോഷയാത്രയാണ്. ആ വീഡിയോയിൽ നമ്മൾ കംസന്റെ ആരാണ് ദേവകി, എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം, യദുവംശ ചരിതം, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കേൾക്കണം. വൈശാഖ മാസം 2026 എന്ന ഒരു ഫോൾഡർ ഞാൻ പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ കഥകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രയോജനം, എല്ലാ ദിവസത്തെയും ഉദയം, അസ്തമയം, അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തം, രാഹുകാലം, അതുപോലെ നക്ഷത്രം, അതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. തികച്ചും സൗജന്യമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് മഹാഭാഗവതത്തിലെ ആ കഥാഭാഗത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. അങ്ങനെ ദേവകിയുടെ വിവാഹം വസുദേവനുമായി നടന്നു. അതിനുശേഷം ദേവകി വസുദേവന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ധാരാളം കന്യാധനമൊക്കെ തന്നെ കംസൻ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അങ്ങനെ കംസൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. എന്താണ് പ്രഖ്യാപിച്ചത്? എൻ്റെ അനുജത്തിയുടെ ഈ രഥം ഇപ്പോൾ നയിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ആര്? കംസൻ. എല്ലാവരും അത്ഭുതപ്പെട്ടു. കംസൻ, അതായത് രാജാവാണ്, രാജാവായ കംസൻ അനുജത്തിയുടെ രഥം നയിക്കുന്നുവോ? എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെടുകയും എന്നാൽ സന്തോഷിക്കുകയും ചെയ്തു. മഹാരാജാവ് തന്നെയാണല്ലോ ചമ്മട്ടിയും വീശി തേരു തെളിയിക്കുന്നത് എന്നൊക്കെ അവര് അടക്കം പറയുകയും ചെയ്തു. എന്നിട്ട് കംസൻ രഥം നയിക്കുകയാണ്. ദേവകിയും വസുദേവരും പുറകിലിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി കംസൻ ചോദിക്കുന്നുണ്ട്, അനുജത്തി, രഥത്തിന് വേഗത കൂടുന്നുണ്ടോ? അങ്ങനെ വേഗത കൂടുമ്പോൾ നിനക്ക് ഭയമുണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗത കുറയ്ക്കാം. ഇങ്ങനെയൊക്കെ വലിയ സ്നേഹത്തോടു കൂടി കംസൻ അനുജത്തിയോട് ചോദിക്കുന്നു. അനുജത്തി സന്തോഷത്തോടു കൂടി കംസന്റെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങനെ ഘോഷയാത്ര കുറച്ചു ദൂരം അങ്ങനെ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്തു നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് ആ അശരീരി? ഹേ ദുഷ്ടനായ കംസ, നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ഈ സഹോദരി പെറ്റുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തിക്കൊള്ളുക. ഇതാണ് ആ അശരീരി. അപ്രതീക്ഷിതമായ ആ അശരീരി കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ കംസന് മരണഭീതി ഉണ്ടായി. കംസൻ ഒന്ന് നടുങ്ങി. പെട്ടെന്ന് തന്നെ ഒരു ഘോര സർപ്പത്തെ പോലെ ക്രുദ്ധനായി കണ്ണുകളൊക്കെ തുറിച്ചുകൊണ്ട് അത്രയും നേരം താൻ ജീവനു തുല്യം സ്നേഹിച്ചിരുന്ന സഹോദരിയുടെ നേർക്ക് ഉഗ്രമായി നോക്കുകയാണ്. ആ നിമിഷം തന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന സഹോദരിയെ ഒരു ശത്രുവായി കാണുകയാണ്. ആര്? കംസൻ. അതേവരെ ആത്മാവിനെ പോലെ സ്നേഹിച്ചിരുന്ന ആ അനുജത്തിയെ കംസൻ ഒരു ഘോര ശത്രുവിനെ പോലെ വെറുത്തു. എന്നിട്ട് അലറുകയാണ്, ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുമ്പ് ഇവളെ തന്നെ കൊന്നേക്കാം. ഈ ജനമധ്യത്തിൽ വെച്ച് തന്നെ കൊന്നേക്കാം. എൻ്റെ വാളിന് ഇവളിന്ന് ഇരയാകും. നിന്റെ രക്ഷാമാർഗം ആരാഞ്ഞുകൊള്ളുവാൻ ആകാശത്തു നിന്നും അശരീരി പറഞ്ഞതുകൊണ്ട് ദൈവം തന്നെ അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവവചനം
തെറ്റാവുകയില്ല. നീ തന്നെ എന്താണ് നിനക്കു രക്ഷപ്പെടാനുള്ള വഴി എന്ന് ചിന്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ തെറ്റില്ല എന്ന് ധരിച്ചുകൊണ്ട് രോഷത്തോടു കൂടി കംസൻ ആ രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ചാടുകയാണ്. എന്നിട്ട് സഹോദരിയുടെ തലമുടി ചുറ്റി പിടിച്ചു വലിച്ചു പൊക്കിക്കൊണ്ട് അവളുടെ കഴുത്തു വെട്ടാനായി ആ ദുഷ്ടൻ വാളോങ്ങുന്നു. ദേവകി പേടിച്ചു, വസുദേവര് പേടിച്ചു. ദേവകി കണ്ണടച്ചു വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ജനങ്ങളെല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മിണ്ടാൻ പോലും ആകാതെ അവര് ഭയന്ന് വിറച്ചു നിന്നു. അതോടുകൂടി വാദ്യമേളങ്ങളെല്ലാം നിലച്ചു. എങ്ങും ഒരു ഭീകരത. ആ സമയം വസുദേവര് മുമ്പോട്ട് വരികയാണ്. എന്നിട്ട് കംസന്റെ കൈയും വാളുമൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ശാന്തതയോടുകൂടിയാണ് പറയുന്നത്. അല്ലയോ മഹാരാജൻ, അങ്ങിത് ചെയ്യരുത്. സ്ത്രീവധം പാപമാണ്. അങ്ങയുടെ കയ്യാൽ മരിക്കത്തക്കവണ്ണം ഇവൾ എന്തു കുറ്റമാണ് ചെയ്തത്? ആകാശത്തു നിന്നും ഒരു വാണി കേട്ടതിനെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ വധിക്കാൻ ഒരുങ്ങുന്നത് എത്ര കഷ്ടമാണ്. ലോകത്തിൽ മനുഷ്യനായി ജനിച്ചാൽ അവന് മരണമുണ്ട്. ഇന്നപ്പോൾ ഇന്ന സമയത്ത് ഇന്ന വിധത്തിൽ മരിക്കണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതാർക്കാണ് മാറ്റാൻ സാധിക്കുന്നത്? ബുദ്ധിമാനായ അങ്ങേക്ക് ഇതറിയില്ലേ? ഇവളുടെ 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ മാറ്റാൻ സാധിക്കും? അതിനും പുറമെ ഇങ്ങനെ ഒരു അശരീരി കേട്ടതുകൊണ്ട് അങ്ങ് അതൊക്കെ വിശ്വസിക്കാമോ? അങ്ങയുടെ മരണം പ്രവചിക്കുവാൻ ദേവന്മാർക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? എല്ലാ രാജാക്കന്മാരുടെയും മരണത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു അശരീരി കേൾക്കാറുണ്ടോ? വംശസ്ഥാപകരായ യദു, വിഷ്ണു, അന്ധകൻ മുതലായവർ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് ആരും ഇത്തരത്തിൽ പ്രവചിച്ചിരുന്നതായി നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് ദേവന്മാർ പറഞ്ഞതാകില്ല. ഒരുപക്ഷെ ഇത് അസുരന്മാരുടെ കളിയായിരിക്കണം. നമ്മളെയെല്ലാം പരസ്പരം കലഹിപ്പിക്കുവാൻ അവർ ചെയ്ത പണിയാകണം. അങ്ങിത് വിശ്വസിക്കരുത്. അത് വിശ്വസിച്ച് അങ്ങ് ഈ പാവപ്പെട്ട അങ്ങയുടെ അനുജത്തിയെ വധിക്കുന്നത് ധർമ്മമല്ല. അങ്ങ് കീർത്തിമാനാണ്. സ്ത്രീവധം അങ്ങയുടെ കീർത്തിക്ക് കളങ്കം സംഭവിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങിത് ചെയ്യരുത്, ഇവളെ കൊല്ലരുത് എന്നൊക്കെ വസുദേവര് കംസനോട് യാചിക്കുന്നു. പക്ഷേ കംസൻ കൊല്ലും എന്ന നിശ്ചയത്തിൽ തന്നെ നിൽക്കുകയാണ്. വസുദേവർക്ക് മനസ്സിലാകുന്നു ഇത്രയും പറഞ്ഞിട്ടും കംസന് യാതൊരു മാറ്റവുമില്ല എന്ന് വസുദേവർക്ക് മനസ്സിലായത് കൊണ്ട് വസുദേവര് വീണ്ടും പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. ഇവളുടെ 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കും എന്നാണല്ലോ അശരീരി. അങ്ങത് വിശ്വസിച്ചു കൊള്ളുക. ഞാനൊരു കാര്യം സത്യം ചെയ്തു തരാം. ഇവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രസവം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങയ്ക്ക് കൊണ്ടുവന്നു തരാം. അങ്ങ് എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളൂ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും പിഞ്ചു പ്രായത്തിൽ തന്നെ നശിപ്പിച്ചാൽ പിന്നെ അങ്ങേക്ക് പേടിക്കുവാൻ എന്താണ് ഉള്ളത്? അപ്രകാരം ചെയ്യാമെന്ന് ഈശ്വരൻ സാക്ഷിയായി ഞാനിതാ സത്യം ചെയ്യുന്നു. ഇങ്ങനെ വസുദേവൻ പറയുകയാണ്. സത്യസന്ധനായ വസുദേവന്റെ അഭിപ്രായം സ്വീകാര്യമായി കംസന് തോന്നി. അതോടുകൂടി അനുജത്തിയെ വധിക്കുവാനുള്ള ശ്രമത്തിൽ നിന്നും കംസൻ പിൻവാങ്ങി. പിന്നീട് കംസൻ അനുജത്തിയെ കൊണ്ടുപോയില്ല. പക്ഷെ എല്ലാ ആഘോഷങ്ങളോടും കൂടി ദേവകി വസുദേവന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അങ്ങനെ വസുദേവരും ദേവകിയും വസുദേവന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അവർ സന്തോഷത്തോടു കൂടി എന്നാൽ സങ്കടത്തോടു കൂടി അവിടെ ജീവിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിയുന്നു. ദേവകി ഗർഭം ധരിക്കുന്നു. കംസൻ അതറിഞ്ഞു. പക്ഷേ ആദ്യത്തെ ഗർഭമായതുകൊണ്ട് കംസന് അത്ര വലിയ ഭയമൊന്നും തോന്നിയില്ല. 10 മാസം തികഞ്ഞു.
ദേവകി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. പാല് നൽകിക്കൊണ്ട്, മുലപ്പാൽ നൽകിക്കൊണ്ട് ദേവകി ആ കുഞ്ഞിൻ്റെ പിഞ്ചു മുഖം നോക്കി കുറേ സമയം ആ അമ്മ കരഞ്ഞു. സത്യം പാലിക്കണം. അതുകൊണ്ട് വസുദേവൻ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കംസന്റെ മുമ്പിലേക്ക് പോകുന്നു. തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സത്യസന്ധത ഓർത്ത് കംസന് വലിയ സന്തോഷമായി. കംസൻ പറയുകയാണ്, ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ കുഞ്ഞാണല്ലോ എന്നെ വധിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞ് എന്തു തെറ്റു ചെയ്തു? അതുകൊണ്ട് ഞാൻ ഇതിനെ വധിക്കുന്നില്ല, കൊണ്ടുപോയി സുഖമായി വളർത്തിക്കൊള്ളുക. ഇങ്ങനെ കംസൻ പറയുന്നു. ദുഷ്ടന്മാരായ ചിലർ ചില സമയത്ത് നല്ല മനുഷ്യരായി തീരും, നല്ല മനുഷ്യരായി കാണപ്പെടാറുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് കംസന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് വസുദേവൻ ദേവകിയുടെ അടുക്കലേക്ക് കൊണ്ടു ചെല്ലുന്നു. ആ സമയത്ത് വസുദേവൻ കാണുന്നത് മരിച്ചതുപോലെ കിടക്കുന്ന ദേവകിയെയാണ്. കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ദേവകിക്ക് ഒരു പുതുജീവൻ കൈവന്നതുപോലെയായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുകയാണ് ദേവകി. പിന്നീട് യദുകുല ആചാര്യനായ ഗർഗമുനിയെ വരുത്തി ആ കുഞ്ഞിന് കീർത്തിമാൻ എന്ന് പേരിടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ദേവകിയുടെയും വസുദേവരുടെയും ആദ്യത്തെ പുത്രന്റെ പേരെന്തായിരുന്നു? കീർത്തിമാൻ എന്നായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. അതായത് കംസന്റെ കൊട്ടാരത്തിലേക്ക് ആരെത്തിച്ചേരുന്നു? നാരദൻ എത്തിച്ചേരുന്നു. നാരദനെ കണ്ടതും കംസന് വലിയ സന്തോഷമായി. എല്ലാം സ്വീകരിച്ച്, എല്ലാ മര്യാദകളോടും കൂടി സ്വീകരിച്ച് നാരദനെ സിംഹാസനത്തിൽ, അതായത് വിശിഷ്ടമായ ആസനത്തിലേക്ക് ഇരുത്തുന്നു. എന്നിട്ട് എന്താണ് വന്നത് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ഈ നാരദൻ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടുകൊള്ളുക. അല്ലയോ കംസരാജാവേ, അങ്ങ് കീർത്തിമാനാണ്. പക്ഷേ അങ്ങയുടെ ബുദ്ധിക്ക് അല്പം മാന്ദ്യം സംഭവിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയം. അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അങ്ങ് കേട്ട അശരീരി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാം അങ്ങയോട്. മുൻ ജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്നു അങ്ങ്. ദേവാംശം കൊണ്ട് ദേവകീ ദേവിയുടെ പുത്രന്മാരായി പിറക്കുന്നവർക്കെല്ലാം അങ്ങ് ശത്രു തന്നെയാണ്. അതുകൊണ്ട് അങ്ങയെ വധിക്കുവാൻ 8ാമത്തെ പുത്രൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതു പുത്രനും അങ്ങയെ വധിക്കാം. അതിനും പുറമെ 8ാമത്തെ പുത്രൻ തന്നെയാണ് അങ്ങയെ വധിക്കുന്നതെങ്കിൽ അവന്റെ ജ്യേഷ്ഠന്മാരായ 7 പേരും അപ്പോൾ അവനെ സഹായിക്കാൻ ഉണ്ടാവുകയില്ലേ? എന്തുകൊണ്ടാണ് അങ്ങ് അത് ആലോചിക്കാതിരുന്നത്? അതുകൊണ്ടാണ് അങ്ങേക്ക് അല്പം ബുദ്ധി കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നിയത്. ഇങ്ങനെ നാരദൻ കംസനോട് പറയുകയാണ്. നാരദൻ ഏഷണിക്കാരനാണ് എങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തുവിട്ടത് തെറ്റായി പോയി എന്ന് കംസൻ ചിന്തിക്കുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കംസന്റെ മനസ്സിനെ ഒരു കലുഷിത രൂപമാക്കിയിട്ട് നാരദൻ എന്ത് ചെയ്യുകയാണ്? അവിടെ നിന്നും പോവുകയാണ്. കംസൻ ഒരു സമാധാനവുമില്ല. കംസൻ എന്തു ചെയ്യുന്നു? ചാടി എഴുന്നേറ്റ് ഒരു മദയാനയെ പോലെ ഓടിപ്പാഞ്ഞ് ദേവകിയുടെ മുറിയിൽ കടക്കുകയും തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുഞ്ഞു പൈതലിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നിട്ട് ഒരു വട്ടപ്പാറയുടെ മേൽ ഒരു അലക്കുകാരൻ വസ്ത്രം അലക്കുന്നത് പോലെ ആ കുഞ്ഞിനെ ആഞ്ഞടിക്കുകയാണ്. ഹരേ കൃഷ്ണ. അതിൻ്റെ രക്തവും തലച്ചോറുമെല്ലാം 4 വശവും ചിന്നിച്ചിതറി. അതുകൊണ്ടുമായില്ല,
ദേവകി വസുദേവന്മാരെ ചങ്ങലയിട്ടു പൂട്ടി കാരാഗ്രഹത്തിലാക്കാനും കംസൻ കൽപ്പിക്കുന്നു. അതിനുശേഷം 18 മാസം ഇടവിട്ട് ദേവകി 5 പുത്രന്മാരെ കൂടി പ്രസവിക്കുന്നു. ആദ്യത്തെ പുത്രന്റെ അനുഭവം തന്നെയാണ് പിന്നീട് വന്ന 5 കുഞ്ഞുങ്ങൾക്കും ഉണ്ടായത്. അവരെയും കംസൻ അപ്പോൾ വട്ടപ്പാറയുടെ മേൽ അടിച്ച് കൊന്നുകളഞ്ഞു. സ്വന്തം സുഖത്തിനു വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട്. അവരെ ഉപദേശിക്കുന്നവൻ അവരുടെ ശത്രുവായി തീരാറുണ്ട്. കംസന്റെ സ്വഭാവവും ഏകദേശം ഇതുപോലെയായിരുന്നു. പിതാവായ ഉഗ്രസേനൻ പല സമയങ്ങളിലും മകനെ നീ ഇത് ചെയ്യരുത് എന്ന് ഉപദേശിച്ചു. അതോടുകൂടി ഉഗ്രസേനനും കംസന്റെ ശത്രുവായി തീർന്നു. പിന്നീട് എന്താണ് ചെയ്തത് കംസൻ? തന്റെ സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും ചങ്ങലയിട്ട് കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയതുപോലെ സ്വന്തം പിതാവായ വൃദ്ധനായ ഉഗ്രസേനനെയും എന്തു ചെയ്തു? ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചു. അസുരാംശം കൊണ്ട് പിറന്നവരും ദുഷ്ടന്മാരുമായ പ്രലംഭൻ, ചാണൂരൻ, മുഷ്ടികൻ, തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ, ബഗൻ, അഘാസുരൻ, പൂതന തുടങ്ങിയ ഒട്ടനവധി മായാശക്തിയുള്ള അസുരന്മാർ കംസന്റെ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. എന്നിട്ട് ഇവര് ചാരന്മാരായി നാടുനീളെ നടന്നിട്ട് നിരന്തരം നല്ല മനുഷ്യരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. പലരും ഈ കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മധുര എന്ന നഗരം ഉപേക്ഷിക്കുകയും കോസലം, വിദേഹം, നിഷദം, വിദർഭം തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. കംസനും തൻ്റെ അനുചരന്മാരായ ഞാൻ മുകളിൽ പറഞ്ഞിരുന്ന ഏതാണ് തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ ഇങ്ങനെയുള്ള അസുരന്മാരുമൊക്കെയായി ചേർന്ന് നിരന്തരം ദുഷ്ടപ്രവർത്തികൾ ചെയ്തു കൊണ്ടുപോകുന്നു. ബ്രാഹ്മണർക്ക് യാഗങ്ങൾ ചെയ്യാൻ നിവർത്തിയില്ലാതായി. അങ്ങനെ ഒരു ദുഷ്ഭരണം അതായിരുന്നു ആ സമയത്ത് മധുരയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്തിനു പറയുന്നു? മധുര പാപികളുടെ ഒരു സങ്കേതമായി കംസൻ മാറ്റുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റായി രേഖപ്പെടുത്തണം. അതായത് ദേവകിയുടെയും വസുദേവരുടെയും ആദ്യത്തെ പുത്രന്റെ പേരെന്താണ്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഇന്ന് ആരൊക്കെ നാരായണ നാമം 108 തവണ ജപിച്ചു എന്നുള്ള കാര്യം കൂടി കമന്റായി രേഖപ്പെടുത്തണം. നാളത്തെ ദിവസം മാധവത്തിന്റെ കൂടെ ഉണ്ടാകണം. കാരണം നാളെ എന്താണ്? ശ്രീകൃഷ്ണ അവതാരമാണ്. എല്ലാവരും ഭഗവാന്റെ തിരു അവതാരത്തിനായിട്ട് കാത്തിരിക്കുക. ഹരേ കൃഷ്ണ.